നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഭിന്നതയുണ്ടാക്കാൻ ശത്രുക്കൾ നടത്തുന്ന ഗൂഢാലോചനയ്ക്കെതിരെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. സൗദി സഹമന്ത്രി രാജകുമാരൻ മൻസൂർ ബിൻ മുത്തൈബ് ബിൻ അബ്ദുൽ അസീസുമായി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലെ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും അംഗീകാരം റദ്ദാക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ. ലണ്ടൻ, ബെർലിൻ, ബെൽജിയം, ബോൺ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ്, പോളണ്ട്, ഓസ്ട്രേലിയ, സ്വീഡൻ, കാനഡ, നോർവേ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളും എംബസികളുമായുള്ള ബന്ധമാണ് വിച്ഛേദിച്ചത്. ഗസയിൽ അഭയാർത്ഥികളുടെ പലായനവും പട്ടിണിയും രൂക്ഷമായതിന് പിന്നാലെ രോഗങ്ങളും പടരുന്നു. കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്കാണ് ത്വക്കുരോഗമടക്കം വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. ഇറാഖിൽ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം. 4 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. ബംഗളൂരുവിലെ കോർപ്പറേറ്റ് കമ്പനികളടക്കം കർണാടകയിലെ കമ്പനികളോട് കേരളത്തിന് വേണ്ടി സഹായം തേടി കർണാടക സർക്കാർ. കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് പരമാവധി സഹായം കേരളത്തിന് എത്തിച്ചു നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അടിയന്തര ഇടപെടലുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി കേരളത്തിന് 5 കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ചയാണ് വയനാട് മുണ്ടകയിൽ കാണാൻ സാധിക്കുന്നത്. 159 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട് മുണ്ടകയത്തുണ്ടായ വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ ഓവറിൽ ശ്രീലങ്കയെ കീഴടക്കി ഇന്ത്യ 2020 ക്രിക്കറ്റ് പരമ്പര തൂത്തുവാരി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റിന് 137 റൺസ് എടുത്തു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.